ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രോപ്പറായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ബിസിനസ്സിൽ ക്യാഷ് കൊണ്ടുവരാൻ കഴിയില്ല. നമ്മുടെ ബിസിനസ്സിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നോക്കുന്ന സമയത്തെ ഇപ്പോൾ ബേസിക് കോൺസെപ്റ്റിൽ പറയുകയാണെങ്കിൽ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇവിടെ നെറ്റ് പ്രോഫിറ്റ് നോക്കി. നെറ്റ് പ്രോഫിറ്റ് നോക്കിയപ്പോൾ ഇവിടെ ഒരു 2 CR നെറ്റ് പ്രോഫിറ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ബിസിനസ്സിലെ ബാലൻസ് ഷീറ്റ് നോക്കി. ബാലൻസ് ഷീറ്റ് നോക്കിയപ്പോൾ സ്വാഭാവികമായിട്ടും ബാലൻസ് ഷീറ്റിൽ കറണ്ട് അസറ്റിൻ്റെ അണ്ടറിൽ ക്യാഷ് കാണുന്നു, ബാങ്ക് കാണുന്നു. ക്യാഷ് ഉള്ളത് വെറും 5 ലക്ഷം, ബാങ്ക് ഉള്ളത് വെറും 25 ലക്ഷം. ടോട്ടൽ 30 lakhs ക്യാഷും ബാങ്കും ഉണ്ട്. പക്ഷേ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പ്രോഫിറ്റ് എത്രയുണ്ട്? 2 കോടിയുണ്ട്. അക്കൗണ്ടന്റിനോട് ചോദിച്ചു എൻ്റെ ലാഭം ഇവിടെ. അതാ ഞാൻ പറയുന്നത്, ഈ പറയുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ പ്രോഫിറ്റിനെയും ഈ പറയുന്ന നിങ്ങളെ ബിസിനസ്സിലെ ക്യാഷിനെയും നിങ്ങൾ ഒരിക്കലും കണക്ട് ചെയ്യേണ്ട. ഇത് രണ്ടും നിങ്ങൾ മിക്സ് ചെയ്യേണ്ട. ഇത് രണ്ടും രണ്ടാണ്. ലാഭം എന്നത് ഒരു വഴിയിലൂടെ, ക്യാഷ് വന്നത് വേറെ വഴിയിലൂടെ. നമ്മൾ ഏതൊരു ബിസിനസ് ആണെങ്കിലും നമ്മുടെ ബിസിനസ്സിൽ ഈ ക്യാഷിനെ നമുക്ക് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനും നമ്മൾ ആഗ്രഹിക്കുന്ന ക്യാഷ് നമ്മളെ ബിസിനസ്സിൽ കൊണ്ടുവരാനും നമുക്ക് കൃത്യമായിട്ട് നമ്മളെ ബിസിനസ്സിലെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് അനലൈസ് ചെയ്യാനും ഇന്റർപ്രറ്റ് ചെയ്യാനും അത് റീഡ് ചെയ്യാനും നമുക്കറിയാം.